എൻഡോമെട്രിയോസിസ് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിലെല്ലാം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങിനാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയമാണ് മാസമുറ സമയത്ത് പുറത്തേക്ക് രക്തമായിട്ട് പോകുന്നത്. ഈ എൻഡോമെട്രിയം പോകുന്നതിൻ്റെ കൂടെ എൻഡോമെട്രിയം കൂടി പോകുന്നു, എന്നിട്ട് പിന്നെ പുതിയ ലൈനിങ് വരികയാണ്. ഈ എൻഡോമെട്രിയം ഗർഭപാത്രത്തിൻ്റെ പുറത്തുണ്ടാവുന്ന കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ എൻഡോമെട്രിയോസിസ് വരുന്നത് അണ്ഡാശയത്തിലാണ്. അണ്ഡാശയത്തിൽ ചിലപ്പോൾ ഇത് സിസ്റ്റ് രൂപത്തിലൊക്കെ വരും, അതായത് ഒരു നീർക്കെട്ട് പോലെ. അപ്പോഴാണ് നമ്മൾ സ്കാനിങ്ങിലൊക്കെ ഇത് കാണുന്നത്. എൻഡോമെട്രിയോസിസ് അല്ലാണ്ടും ഈ പെൽവിസിൽ, യൂട്രസിൻ്റെ പുറകു ഭാഗത്തും പെരിട്ടോണിയത്തിലും പല സ്ഥലത്തും എൻഡോമെട്രിയോസിസ് വരാം. പക്ഷേ എൻഡോമെട്രിയോസിസ് വരുമ്പോൾ ഈ അണ്ഡാശയത്തിൽ സിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഓരോ മാസമുറയുള്ള സമയത്ത് ഈ എൻഡോമെട്രിയത്തിൽ ഈ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന അതേ ചേഞ്ചസ് ഈ സിസ്റ്റിൻ്റെ അകത്തും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സിസ്റ്റ് വലുതായി വരുവാനും സിസ്റ്റ് ഒട്ടിപ്പിടിച്ചു പോകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സിസ്റ്റ് ഗർഭപാത്രമായിട്ടും ഒട്ടിപ്പിടിക്കാം, അല്ലെങ്കിൽ താഴെ ഭാഗത്ത് വരുന്ന വൻകുടലായിട്ടൊക്കെ ഒട്ടിപ്പിടിച്ച് എല്ലാം കൂടെ ചിലപ്പം ഇത് ഒരു അഡ്വാൻസ് സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഇതിനൊരു ഫ്രോസൺ പെൽവിസ് എന്ന് പറയുന്നു. ആ സമയത്ത് ലാപ്രോസ്കോപ്പൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒന്നും തന്നെ വ്യക്തമായി കാണില്ല. ഗർഭപാത്രം തന്നെ ചിലപ്പം വ്യക്തമായി കണ്ടെന്ന് വരില്ല, എല്ലാം കൂടെ എഡിഷൻസ് വന്നങ്ങ് മൂടിക്കിടക്കുന്നുണ്ടാവും. ആ ഒരു സന്ദർഭത്തിൽ ശരിക്കും നമുക്ക് ഈ ട്യൂബോ അണ്ഡാശയോ ഒന്നും ശരിക്കും കൃത്യമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെയാണ് നമ്മൾ ഈ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ART വേണ്ടി വരും, അതായത് ടെസ്റ്റ് ബേബി ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയം സിസ്റ്റ് അത് ഏർലി സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സിസ്റ്റ് രൂപത്തിൽ കണ്ട മിക്കവാറും പേർക്ക് ഈ സിസ്റ്റ് എല്ലാം ഈ ലാപ്രോസ്കോപ്പി വഴി നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ലാപ്രോസ്കോപ്പി വഴി ശരിക്കും നമുക്ക് ലാപ്രോസ്കോപ്പി വഴി നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ വിഷൻ വളരെ നല്ലതാണ്. ശരിക്കും നമുക്ക് വ്യക്തമായിട്ടും കാണാൻ പറ്റും. ചെറിയൊരു മാഗ്നിഫിക്കേഷനോട് കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഈ സിസ്റ്റ് നീക്കം ചെയ്യാൻ പറ്റും. ശരീരത്തിന്റെ പുറത്ത്